ഇനി ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് CPIM ആണ്, ഇടതുപക്ഷ പാർട്ടിയുടെ പട്ടിക. CPIM-ന്റെ ഭാഗമായിട്ട് ED കടന്നു വന്നത് പണ്ടേ ED ഉണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പറയുന്നുണ്ട്. വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരിത് തുടങ്ങിയത്. ഇവിടെ പറഞ്ഞതുപോലെ ആ ലിസ്റ്റിൽ വീണയോടൊപ്പമുള്ള അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നവർ ഉൾപ്പെടെ പിന്നീട് ഇപ്പൊ ഭരണപക്ഷത്തിന്റെ ഭാഗമേൽക്കുന്ന അവർക്ക് ആർക്കും എതിരെ ഒരു കേസും ഇല്ല കേട്ടോ. ആ പേരല്ലേ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഈ വീണ്ടും ആവർത്തിക്കുന്നില്ല. വീണക്ക് നേരെ കേസ് 1.7 കോടി രൂപയുടെ കേസാണ് എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് വന്നത്. ഞങ്ങളുടെ പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചു. എക്സലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വീണ അതിന്റെ നേതൃത്വത്തിലുള്ള ഒരു കേസ്, അത് സാധാരണ കമ്പനി എന്ന രീതിയിൽ ആ കേസ് നടത്തട്ടെ, നിയമപരമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെടട്ടെ, ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. എന്നാൽ വീണക്ക് നേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാനല്ല ED ശ്രമിച്ചത്. ED മാത്രമല്ല, മാധ്യമങ്ങളും ശ്രമിച്ചത്. എല്ലാ സന്ദർഭത്തിലും വീണയെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ, ഇപ്പോഴും പറയുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ എന്ന്. ഞങ്ങളൊരു കാര്യം CPIM വളരെ വ്യക്തതയോടുകൂടി തന്നെ അന്നേ പറഞ്ഞു. വീണയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ കാര്യത്തിൽ കൃത്യമായ തെളിവടിസ്ഥാനപ്പെടുത്തി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാടുകൾ സ്വീകരിച്ചു. പക്ഷേ അതിന്റെ പേരിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും, അന്നേ പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി എന്ന രീതിയിലാണ്, ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ്. സഖാവ് പിണറായി വിജയനെതിരായിട്ട് ഈ കേസ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ കളി നടത്തുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ അന്നും ഇന്നും എതിർക്കുന്നത്, ഇനിയും എതിർക്കും. ശക്തിയായ രീതിയിൽ ഞങ്ങൾ എതിർക്കും. അതുകൊണ്ടാണ് സഖാവ് പിണറായി പറഞ്ഞത് എന്റെ കൈ ശുദ്ധമാണ്. പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞല്ലോ ഞാൻ, ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല, എല്ലാ പകൽ വെളിച്ചം പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നതാണ്. ഇവിടെ ED നടത്തിക്കൊണ്ടിരിക്കുന്നത് വിചിത്രമായ ഒരു നിലപാടാണ്. ആ വിചിത്രമായ നിലപാട് എന്ന് പറയുന്നത് പത്രക്കുറിപ്പാണ്. അന്വേഷണം നടത്തുക, യാതൊരു കാമ്പുമില്ലാത്ത, ഒന്നും തന്നെ ഇല്ലാത്ത, ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങളെ വക്രീകരിച്ച് വിശദീകരിച്ച് എന്തോ വലിയ തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക, വാർത്ത കുറിപ്പിറക്കുക, ഇത് വിചിത്രമാണ് എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണ സംഭവിക്കുന്നതല്ല. കേസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവസാനം തീരുമാനിക്കുന്നത് കോടതിയാണ്. അന്വേഷിക്കുന്ന ഓരോ കാര്യവും ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ചു പറയുന്നത് രാഷ്ട്രീയമാണ്. അപ്പൊ ED രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് വിചിത്രമാണ് എന്ന് പറഞ്ഞത്. വിചിത്രമാണ് എന്ന് പത്രസമ്മേളനത്തിൽ സഖാവ് പിണറായി പറഞ്ഞ ഉടനെ തന്നെ വീണ്ടും പത്രക്കുറിപ്പ്, ഇത് വിചിത്രമല്ല. പിന്നെന്താ? ED-ക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ അനുവാദം നൽകിയത്? ഇത് നിയമമനുസരിച്ച ഒരു വിധി പോലെ ഞങ്ങളിതാ കണ്ടെത്തിയിരിക്കും. നിങ്ങളാരാ കണ്ടെത്താൻ? നിങ്ങൾ തെളിവുകൾ കോടതിയുടെ മുമ്പിലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ കണ്ടെത്തിയതല്ല അവസാന വാക്ക്. നിങ്ങൾക്കൊന്നും കണ്ടെത്താനായിട്ടില്ല. മെയ് 27-ാം തീയതി സഖാവ് പിണറായിയുടെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ വാടക വീട്ടിലും പരിശോധിച്ചപ്പോൾ നിങ്ങൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് നിങ്ങൾ അന്ന് പറഞ്ഞത്. അന്ന് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു, ഒന്നും കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾക്കൊന്നും കണ്ടെത്താനുണ്ടായിരുന്നില്ല. എക്സലോജിക് കേസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവും മുന്നോട്ടേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല. ED പരമദയനീയമായ ചിത്രം. ആ പരമദയനീയതയിൽ നിന്ന് എങ്ങനെയാണ് കരകയറേണ്ടത് എന്നതിന്റെ ഭാഗമായിട്ടാണ് അഡീഷണൽ ആയിട്ട് പുതിയ ചിത്രത്തിലേക്ക് നിങ്ങൾ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിഖിലിന്റെ വീട്, നന്ദുവിന്റെ വീട്, മുഹമ്മദ് റിയാസുമായിട്ട് പരിചയമുള്ള സുഹൃത്തുക്കളുടെ ഇവരെ ഉൾപ്പെടെ 9 ആളുടെ വീട് നിങ്ങൾ റെയ്ഡ് ചെയ്തു. എന്താ നിങ്ങൾക്ക് കിട്ടിയത്?
നിങ്ങൾ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടി. എന്ത് കിട്ടി? സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ വാർത്താക്കുറിപ്പിൽ കൊടുക്കുന്നതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ കാലടിച്ച് മുറിച്ചുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റീഡ് ചെയ്യുമ്പോ നിന്റെ മോളെ കല്യാണം നടത്തൂല എന്ന് പറഞ്ഞ അനുഭവമുണ്ട്. നിന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല, ഇപ്പൊ കേസെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഭയപ്പെടുത്തലുണ്ടായാലും അതൊന്നും നിന്നു പോകുന്നതല്ല കേരളത്തിന്റെ ഒരു അവസ്ഥ.